നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. എല്ലാവർക്കും നല്ല ഒരു വർഷമായി തീരട്ടെ. ജഗദീശ്വരൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ. ലോകത്തിനും ജനങ്ങൾക്കും സകല ചരാചരങ്ങൾക്കും ഒക്കെ നല്ലത് സംഭവിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് ഈ വിഷു സംക്രമത്തോടനുബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ, ഈ വിഷു സംക്രമത്തോട് അനുബന്ധിച്ച് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായ കുറച്ച് കാര്യങ്ങളെ നമ്മുടെ പൂർവികർ താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് ചില പോരായ്മകൾ പറ്റുവാനായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാവും. വിഷുഫലം എന്ന് പറഞ്ഞിട്ട് പല ആളുകളും വന്നിട്ട് നിങ്ങൾക്കത് സംഭവിക്കാൻ പോകുന്നു, ഇത് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു കുന്തവും സംഭവിക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരു കുന്തവും കിട്ടാനും പോകുന്നില്ല. ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. ഗ്രഹങ്ങളുടെ ചാരത്തിനനുസരിച്ച് കൊണ്ട് കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കുമെന്നുള്ളതല്ലാതെ വലിയ മലമറിക്കാൻ പോകുന്ന ചില കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെയുള്ളൊരു വർഷമല്ല ഈ വർഷം. നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വരാൻ പോകുന്ന ദോഷത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഏതൊരു വ്യക്തിയാണോ അവൻ ചെയ്ത പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും അനുഭവങ്ങൾ മാത്രമേ അവനിവിടെ അനുഭവിക്കുള്ളൂ. 27 നക്ഷത്രങ്ങളിൽ 27 നക്ഷത്രക്കാരും സെൻട്രൽ ജയിലിൽ കിടക്കുന്നവരുണ്ട്, മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ഓരോ നക്ഷത്രങ്ങളിൽ പിറന്ന ആൾക്കാരായിരിക്കും. അവരവർ ചെയ്ത കർമ്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും ദണ്ഡനം വാങ്ങുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ഞാൻ ഇന്നത് ചെയ്താൽ എനിക്ക് ഇന്നത് വരും, ഞാൻ ഇന്നത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. താളിയോല ഗ്രന്ഥങ്ങളിൽ പരാശര ഗുരു നിർദ്ദേശിച്ചു തന്ന നിയമങ്ങൾ. അപ്പോൾ ഈ വിഷു സംക്രമത്തോടനുബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഋഷി പറഞ്ഞിരിക്കുന്നു. ചൊല്ലിടാം ഭൂപതിച്ചാരം മരുത്വം കൊണ്ട ശോകവും, വന്നിടും ധനമാനങ്ങൾ പിഴച്ചം ചൊന്ന നഷ്ടവും, പെൺധന പീഡ വന്നിടും കടം കൊണ്ടുള്ള ദുഃഖവും, ദണ്ഡനം കരബന്ധത്താൽ ഇരുട്ടിൽ വീണ ക്ലേശവും, ചക്രവും യാചനത്തിങ്കൽ വന്നാൽ പോകാതെ മാട്ടിടും, ഭൈരവൻ വീരഭദ്രത്താൽ ഭദ്രം വർഷാസ്യ ചിന്തയോ. അതായത് ഈ വിഷു സംക്രമത്തോടനുബന്ധിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ചൊല്ലിടാം ഭൂപതിച്ചാരം. ഭൂപതിച്ചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂപതി എന്ന് പറഞ്ഞാൽ രാജാവ്, ചാരം എന്ന് പറഞ്ഞാൽ സഞ്ചാരം. അപ്പോൾ എന്താ ഭൂപതിച്ചാരം എന്ന് പറഞ്ഞാലായിട്ട് ഭരണമാറ്റം സംഭവിക്കാം, ഭരണത്തിന് മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ വരും. മരുത്വം കൊണ്ട ശോകവും, മരുന്ന് കഴിക്കേണ്ടതായ എന്തൊക്കെയോ വിപത്തുകൾ വരുവാനായി പോകുന്നു. നമുക്കെന്നറിയാം നേരത്തെ കൊറോണ പോലെയുള്ള അസുഖങ്ങൾ. അപ്പം എന്നതുപോലെ മരുന്ന് കഴിക്കേണ്ടതായ രീതിയിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ വരാൻ പോകുന്നു. അപ്പം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വന്നിടും ധനമാനങ്ങൾ പിഴച്ചം ചൊന്ന നഷ്ടവും.
ധനമാനങ്ങൾ, അർഹതപ്പെട്ട പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരാൻ സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ പിഴച്ചം ചൊന്ന നഷ്ടവും, എന്നാൽ അവനവൻ്റെ പിഴ കൊണ്ട് ഇത് നഷ്ടപ്പെടുവാനായിട്ടും സാഹചര്യങ്ങൾ വരാം. പെൺധനപ്പീഡ വന്നിടും. ഇപ്പോൾ പെൺധനപ്പീഡ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമുക്കത് സ്ത്രീധനം സംബന്ധിച്ച പ്രശ്നങ്ങൾ, സ്ത്രീധനം പോരാന്നൊക്കെ ഉള്ള രീതിയിൽ പെൺകളെ ദ്രോഹിക്കുക, വിഷമിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാൽ ഇടപെട്ടാൽ അത് പ്രവർത്തിക്കുന്നവർക്ക് നാശം വരും. അതുകൊണ്ട് സ്ത്രീകളെ സ്ത്രീധനം സംബന്ധമായ രീതിയിൽ വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ സ്ത്രീധനം ചോദിക്കാനോ ഒന്നും പാടില്ല. കടം കൊണ്ടുള്ള ദുഃഖവും, ഒരുപാട് കടം വർദ്ധിക്കാം. അപ്പം കടം വാങ്ങിക്കുന്ന കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ ഉണ്ടാവണം. ഇത് രാജ്യത്തിനും ബാധകമാണ്, നമ്മുടെ ദേശത്തിനും ബാധകമാണ്. അപ്പോൾ ഇവിടെ കടമൊക്കെയും വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വരാനായിട്ട് സാഹചര്യങ്ങൾ വരാം. ദണ്ഡനം കരബന്ധത്താൽ ഇരുട്ടിൽ വീണ ക്ലേശവും. അപ്പോൾ ദണ്ഡനം, ഒരുപാട് ശിക്ഷകളോ ജയിലിൽ കിടക്കാൻ സാഹചര്യങ്ങളാവുന്ന പല കാര്യങ്ങളിവിടെ സംഭവിക്കാം. സ്ത്രീപീഡനം, കൊലപാതകം, മദ്യപാനം, മയക്കുമരുന്ന്, ഇത്തരത്തിലൊക്കെയുള്ള ശിക്ഷ കിട്ടാനായിട്ട് സാഹചര്യമുണ്ടാകുന്ന പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കാം. കരബന്ധത്താൽ ഇരുട്ടിൽ വീണ ക്ലേശം. അപ്പോൾ കരബന്ധത്താൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂട്ടിയിടുക, നമ്മളെ ഒരു മുറിയിൽ അടച്ചിടുക, അല്ലെങ്കിൽ ജയിലിൽ പിടിച്ചിടുക. ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോ കാര്യങ്ങളിനകത്ത് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം. അനാവശ്യമായ രീതിയിൽ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാനോ വഴക്ക്, പ്രശ്നങ്ങൾ, ഇത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യങ്ങളിലൊന്നും പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുട്ടിൽ വീണ ക്ലേശവും. ഇപ്പം രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കഴിവതും രാത്രി യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. രാത്രിയിൽ പോകേണ്ട കാര്യങ്ങൾക്ക് പോകാണ്ടിരിക്കാൻ സാഹചര്യം വരില്ല. ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ചക്രവും യാപനത്തിങ്കൽ വന്നാൽ പോകാതെ മാറ്റിടും. ചക്രം എന്ന് പറഞ്ഞാൽ കാശ് എന്നാണ് അർത്ഥം. അപ്പം കാശ് കൊടുത്താൽ തിരികെ കിട്ടാൻ പാടായിരിക്കും. അപ്പം ഈ മറ്റേ പലിശ പോലെയുള്ള കാര്യങ്ങൾ, MLM പോലെയുള്ള കാര്യങ്ങൾ, ക്രയവിക്രയങ്ങൾ, ചില കാര്യങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മുടക്കുക, ഡെപ്പോസിറ്റ് ഇടുക, റിയൽ എസ്റ്റേറ്റ് മേഖലയിലോട്ടൊക്കെ കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് ബന്ധപ്പെട്ടാൽ അതൊക്കെ കാശിട്ട് കളിക്കുന്ന കാര്യങ്ങളിൽ പ്രശ്നം വരാൻ സാഹചര്യങ്ങളുണ്ട്. ചക്രവും യാപനത്തിങ്കൽ വന്നാൽ പോകാതെ മാറ്റിടും. അപ്പോൾ വാങ്ങിച്ചാൽ തിരിച്ച് കൊടുക്കാൻ പറ്റാണ്ട് വരും. അപ്പോൾ നിങ്ങൾ കടം കൊടുത്താലും തിരിച്ച് കിട്ടാൻ സാഹചര്യങ്ങൾ വരില്ല. വാങ്ങിച്ചാലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. ഭൈരവൻ വീരഭദ്രത്താൽ ഭദ്രം വർഷാസ്യ ചിന്തയോ. അപ്പം ഈ വർഷത്തിൽ ഭരിക്കുന്ന ദേവതന്മാർ ഭൈരവൻ, വീരഭദ്രൻ. അപ്പോൾ ഈ വർഷം നമ്മൾ ശരിക്കും ഭജിക്കേണ്ടത് ആരെയാണ്? ഭൈരവമൂർത്തിയിലും വീരഭദ്രസ്വാമിയിലും ഭജിക്കണം, ഗുണം വരും. ഭദ്രം വർഷാസ്യ ചിന്തയോ. അപ്പം ഭൈരവമൂർത്തിയിലും വീരഭദ്രസ്വാമിയിലും ഭജിച്ചാൽ ഈ ദോഷങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകുമെന്ന് ഋഷി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കഴിവതും നമ്മൾ വീരഭദ്രസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക. ഭൈരവമൂർത്തി ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാൽ ഈ കർമ്മദോഷത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നേടുവാനായിട്ട് സാഹചര്യങ്ങൾ വരുമെന്ന് ഋഷി ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളോടെ ആയിരിക്കും ഇത് സംഭവിക്കുക. കാരണം ഇത് ഞാൻ ഇത്രയ്ക്കും ഉറപ്പിച്ച് പറയാൻ കാര്യം, ഋഷി പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ.
2025 കാലഘട്ടത്തിൽ ജ്യോതിശാസ്ത്ര പ്രകാരം നമ്മുടെ ഒരു വീഡിയോ കിടപ്പുണ്ട്. ഒരു ഫ്ലൈറ്റ് അപകടം, കപ്പൽ യുദ്ധം ഉണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റി. ഇതെല്ലാം ഋഷി ഓൾറെഡി എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഞാൻ അതിനെ ജ്യോതിശാസ്ത്രമായിട്ട് കോട്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വർഷം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വീരഭദ്രസ്വാമിയിലും ഭൈരവമൂർത്തിയിലും ഭജിച്ചുകൊണ്ടാൽ ഈ കർമ്മത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാഹചര്യങ്ങൾ വരും. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. ഒരിക്കൽ കൂടി നല്ല ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.